നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. ഒരേ സമയം കേരള വിശ്വകർമ്മ സഭയുടെയും അഖില കേരള വിശ്വകർമ്മ സഭയുടെയും പ്രസിഡന്റാണെന്ന് PR ദേവദാസ് അവകാശപ്പെടുന്നത് ഇരട്ടത്താപ്പാണെന്ന് കേരള വിശ്വകർമ്മ സഭ. അനധികൃത കരിമണൽ ഖനനത്തിനെതിരെ ആഞ്ചലോസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ ധർണ. ഡിസംബർ 15 നടക്കുന്ന ചക്കുളത്തുകാവ് പൊങ്കാലയ്ക്ക് സർക്കാർ വകുപ്പുകളുടെ ഏകീകരണ സഹകരണമുണ്ടാകുമെന്ന് തിരുവല്ല RDO K. ഗോപകുമാർ. വാർത്തകൾ വിശദമായി. ഒരേ സമയം കേരള വിശ്വകർമ്മ സഭയുടെയും അഖില കേരള വിശ്വകർമ്മ സഭയുടെയും സംസ്ഥാന പ്രസിഡന്റെന്ന് ദേവദാസ് അവകാശപ്പെടുന്നത് വിശ്വകർമ്മജരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയാണെന്ന് കേരള വിശ്വകർമ്മ സഭ. ദേവദാസും കൂട്ടരും കേരളത്തിലെ വിശ്വകർമ്മജരെ തമ്മിലടിപ്പിക്കുകയും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 3 സംഘടനകളാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭയും വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയും തമിഴ് വിശ്വകർമ്മ സമിതി. ഈ 3 സംഘടനകളും കൂടെ സംയോജിച്ച് 2001 മാർച്ച് മാസം 13-ാം തീയതി ഒരു ഏക സംഘടന രൂപീകരിച്ചു. ആ ഏക സംഘടനയാണ് കേരള വിശ്വകർമ്മ സഭ. കേരള വിശ്വകർമ്മ സഭയുടെ സംസ്ഥാന പ്രസിഡന്റായി അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ പ്രസിഡന്റായിരുന്ന ശ്രീ PR ദേവദാസിനെ നമ്മൾ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ആ അവിശ്വാസ പ്രമേയം അന്ന് ചർച്ച ചെയ്ത് ഇദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്യുകയാണ്. കേരള ഹൈക്കോടതിയിൽ കേരള വിശ്വകർമ്മ സഭയും അഖില കേരള വിശ്വകർമ്മ സഭയും തമ്മിൽ രജിസ്ട്രേഷൻ നമ്പറിനെ സംബന്ധിച്ചുള്ള കേസ് നിലനിൽക്കുകയാണ്. ഇതിൽ ദേവദാസ് ഏത് പക്ഷത്താണെന്ന് വ്യക്തമാക്കണമെന്നും കേരള വിശ്വകർമ്മ സഭ ആവശ്യപ്പെട്ടു. തന്റെ അധികാരം നിലനിർത്തുവാൻ സമുദായത്തെ തമ്മിലടിപ്പിക്കുകയാണ് ഇയാളെന്നും ഭാരവാഹികൾ പറഞ്ഞു. പുതിയ ഭരണസമിതി നിലവിൽ വന്നതോടെ യഥാർത്ഥത്തിൽ ദേവദാസിന്റെ നേതൃത്വം പൂർണ്ണമായി ഇല്ലാതായതാണ്. സത്യം ഇതായിരിക്കെ ദേവദാസും കൂട്ടരും നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്ക് ചെവി കൊടുക്കരുതെന്നും വിശ്വകർമ്മജർ ശരിയുടെ പക്ഷത്ത് നിൽക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് A. കുമാരസ്വാമി, ജനറൽ സെക്രട്ടറി TK സോമശേഖരൻ, ഖജാൻജി KK ഹരി, കുട്ടനാട് യൂണിയൻ പ്രസിഡന്റ് MK പ്രതാപൻ, ഡയറക്ടർ ബോർഡ് അംഗം P. ചന്ദ്രബോസ്, യൂണിയൻ സെക്രട്ടറി PN ഗോപാലകൃഷ്ണൻ, രേവമ്മ അപ്പുക്കുട്ടൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അനധികൃത കരിമണൽ ഖനനത്തിനെതിരെ AITUCയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന ധർണ മുൻ MP TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഖനനാനുവാദം പിൻവലിച്ചുകൊണ്ട് സർക്കാർ തീരുമാനമെടുത്താൽ അവർക്ക് കോടതികളെ സമീപിക്കാം. ഏത് പശ്ചാത്തലത്തിലാണ് നിങ്ങൾ അനുവാദം കൊടുത്തത്? ആ പശ്ചാത്തലം പരിശോധിച്ച് അതിന്റെ നിയമവ്യവസ്ഥകളുടെ അവർക്ക് അനുകൂലമായ വശങ്ങൾ പരിശോധിച്ച് ഖനനത്തിന് അനുകൂലമായ തീരുമാനം ബന്ധപ്പെട്ട കോടതികളെ കൊണ്ടെടുപ്പിക്കുവാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ കുറെ നാളുകളായി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിങ്ങളെല്ലാം പത്രങ്ങൾ വായിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ ചക്കട്ടപ്പാറ എന്ന സ്ഥലത്ത് ഇരുമ്പയർ ഖനനം നടത്തുന്നതിനെ സംബന്ധിച്ച് ഭൂമി കുഴിച്ചുള്ള ഖനനത്തിനേക്കാളുപരി വലിയ മലയാണ് അവിടെ നിൽക്കുന്നത്. R. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. VC മധു, TK തങ്കപ്പൻ മാസ്റ്റർ, NK ഉത്തമൻ, PR സതീശൻ, M. മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 15 നടക്കുന്ന ചക്കുളത്തുകാവ് പൊങ്കാലയുടെ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവല്ല RDO K. ഗോപകുമാറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. തിരുവല്ല RDOയുടെ ചേംബറിൽ വെള്ളിയാഴ്ച 3:30 യോഗം ആരംഭിച്ചത്. ചക്കുളത്തുകാവ് മുഖ്യ കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി പൊങ്കാലയുടെ ഒരുക്കങ്ങളെക്കുറിച്ചും ക്രമീകരണങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. ലിങ്ക് ചെയ്യണം. കാരണം അപ്പം എളുപ്പമുണ്ട്. കാരണം അവരുടെ മൊബൈൽ നമ്പറൊക്കെ കിട്ടുന്നത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലുണ്ടല്ലോ ആ സ്ഥലത്ത് ചെല്ലാതെ തന്നെ അവർ നമ്മുടെ വോളണ്ടിയേഴ്സിനെ തന്നെ അറിയിക്കാം. അതനുസരിച്ച് കൊടുത്താലേ അത് നല്ലതായിരിക്കും. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനം RDO ഉറപ്പുതന്നു. പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, കേരള വാട്ടർ അതോറിറ്റി, പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം,
PWD, റവന്യൂ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിൽ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് KK ഗോപാലകൃഷ്ണൻ നായർ, സന്തോഷ് ഗോകുലം, PD കുട്ടപ്പൻ, R അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാവാലം കൃഷിഭവന്റെയും NSS ഹരിതസേനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ NSS ഹൈസ്കൂളിൽ നടപ്പാക്കുന്ന സ്കൂൾ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം കാവാലം കൃഷി ഓഫീസർ വ്യാഴാഴ്ച നിർവഹിച്ചു. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ വിവിധ കാരണങ്ങളാൽ 1993 ജനുവരി 1 മുതൽ 2013 മെയ് 31 വരെയുള്ള കാലയളവിൽ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടമായ ഉദ്യോഗാർത്ഥികൾക്ക് സീനിയോറിറ്റി നിലനിർത്തി രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള കാലാവധി ഡിസംബർ 31 വരെ നീട്ടി. അപേക്ഷ പ്രവൃത്തി ദിവസങ്ങളിൽ നേരിട്ടോ തപാലിലോ ദൂതൻ മുഖേനയോ സ്വീകരിക്കും. അപേക്ഷയോടൊപ്പം രജിസ്ട്രേഷൻ കാർഡും വിശദ വിവരങ്ങളും ഉൾപ്പെടുത്തണമെന്ന് പത്തനംതിട്ട ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CK ഹരികൃഷ്ണൻ നയിക്കുന്ന സമര പ്രചരണ ജാഥ ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടങ്ങി. സേവ് KSRTC എന്ന മുദ്രാവാക്യമുയർത്തി ഡിസംബർ 7 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ സന്ദേശവുമായാണ് ജാഥ. വെള്ളിയാഴ്ച രാവിലെ ആലപ്പുഴയിലെത്തിയ ജാഥയ്ക്ക് നേതാക്കളും തൊഴിലാളികളും ബഹുജനങ്ങളും ഉൾപ്പെടെ വൻ സ്വീകരണമാണ് നൽകിയത്. അവരിപ്പോ സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോ, ഇടത്തോട്ട് നോക്കുമ്പോ വികാസ് ഭവൻ ഡിപ്പോ കാണുകയ. തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയത്തിൽ KSRTCയുടെ വികാസ് ഭവൻ ഡിപ്പോ 2.5 ഏക്കർ, വലത്തോട്ട് നോക്കുമ്പോ 5.25 ഏക്കർ സെൻട്രൽ വർക്ക്ഷോപ്പ്, അതിന്റെ അപ്പുറത്ത് 3.25 ഏക്കർ പാപ്പനംകോട് ഡിപ്പോ ശ്രീപത്മനാഭസ്വാമിയോട് ചേർന്ന് KSRTCയുടെ ആസ്ഥാന മന്ദിരം അമ്പമ്പോ 5 നിലയിൽ തലയുയർത്തി നിൽക്കുകയാ. എത്ര കോടി കിട്ടും? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ചിൽഡ്രൻസ് ലൈബ്രറിയിലുള്ള ഗ്രാമീണ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കോട്ടയം ജില്ലയിലെ യുവതികൾക്ക് ഡ്രസ് ഡിസൈനിംഗ് ഫോർ വുമൺ എന്ന കോഴ്സിൽ സൌജന്യ പരിശീലനം നൽകും. ഡിസംബർ 9 ആരംഭിക്കുന്ന കോഴ്സിന്റെ കാലാവധി 30 ദിവസമാണ്. താൽപര്യമുള്ളവർ 0481 2303306 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കോട്ടയം താലൂക്ക് വികസന സമിതി യോഗം ഡിസംബർ 7 രാവിലെ 10:30 താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. അംഗങ്ങൾ പങ്കെടുക്കണമെന്ന് തഹസീൽദാർ അറിയിച്ചു. കോട്ടയം വിദ്യാഭ്യാസ ജില്ലയിലെ സെന്ററുകളിൽ 2013 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടത്തിയ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിൽ വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന നടക്കുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. കാറ്റഗറി 1നും 2നും ഡിസംബർ 4 രാവിലെ 10നും കാറ്റഗറി 3നും 4നും ഉച്ചകഴിഞ്ഞ് 2നുമാണ് പരിശോധന. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ നവംബർ 30 വരെ മാത്രമേ ഉണ്ടാകുകയുള്ളൂവെന്ന് കോട്ടയം ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 15 ദിവസമെങ്കിലും തൊഴിൽ ചെയ്തവർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ വിവരങ്ങൾക്കായി അടുത്തുള്ള അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടണം. തലവടി വേദവ്യാസ വിദ്യാപീഠത്തിന് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. രാവിലെ 9:30 നടന്ന ചടങ്ങുകൾക്ക് ശേഷം ചക്കുളത്തകാവ് പട്ടമന ഇല്ലത്ത് രാജി അന്തർജനം തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ഉദയനാപുരം രാധാകൃഷ്ണൻ, സുരേന്ദ്രൻ, TK രാധാകൃഷ്ണൻ, ശരത് PN തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ വിവിധ റാങ്ക് ഹോൾഡേഴ്സിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 5 രാവിലെ 10 കളക്ടറേറ്റിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തും. ഒഴിവുകളിലേക്ക് ഉടൻ നിയമനം നടത്തണമെന്നും പിൻവാതിൽ നിയമനവും താൽക്കാലിക നിയമനവും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കന്നുകാലികളിൽ കുളമ്പ് രോഗബാധ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. കാലികളെ പരിശോധിച്ച വിദഗ്ധർ കർഷകർക്ക് ആത്മവിശ്വാസം വളർത്തുന്ന രോഗപ്രതിരോധ മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുകയും മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വൈറസ് മൂലമാണ് രോഗമുണ്ടാകുന്നത്. ശക്തിയായ പനി, തീറ്റമടുപ്പ്, വ്രണങ്ങൾ, വായിൽ നിന്ന് കൊഴുത്ത ഉമിനീർ ഒലിക്കുക, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക തുടങ്ങിയവ രോഗലക്ഷണങ്ങളാണ്. വായുവിൽ കൂടിയാണ് രോഗം പകരുന്നത്. പ്രതിരോധ കുത്തിവയ്പ് വഴി മാത്രമേ രോഗം തടയാൻ കഴിയൂ. രോഗലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഉടൻ ചികിത്സ ആരംഭിക്കണം. ആവശ്യമായ മരുന്നുകൾ മൃഗാശുപത്രികളിൽ ലഭിക്കും. വിവിധ മരുന്നുകളും അണുനാശിനികളും കർഷകരിൽ എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ പഞ്ചായത്തുകളിലെ മൃഗാശുപത്രികൾ വഴി സ്വീകരിച്ചിട്ടുണ്ട്. വായിലും കുളമ്പിലും അകിടിലുമുള്ള വ്രണങ്ങൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പോലുള്ള അണുനാശിനികളുടെ നേർപ്പിച്ച ലായനി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി മരുന്നുകൾ പുരട്ടണം. അണുബാധ പടരുന്നത് തടയാൻ തൊഴുത്തിലും പരിസരത്തും അലക്കുകാരം വിതരണം. കന്നുകാലികളെ കൈമാറ്റം ചെയ്യുകയോ പുതിയവയെ കൊണ്ടുവരികയോ ചെയ്യരുത്. രോഗബാധയുള്ള മൃഗങ്ങളെ മറ്റുള്ളവയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കണം. അവയെ പൊതുസ്ഥലങ്ങളിൽ കെട്ടുകയോ പൊതുജലാശയങ്ങളിൽ കുളിപ്പിക്കുകയോ ചെയ്യരുത്. ശ്രദ്ധ ചെലുത്തിയാൽ കന്നുകാലികളെ കുളമ്പ് രോഗത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമാക്കാനും രോഗം പടരുന്നത് തടയാനും കഴിയും.
അതേസമയം കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് പറയുമ്പോഴും കുട്ടനാട്ടിൽ മാത്രം വെള്ളിയാഴ്ചയും 4 പശുക്കൾ ചത്തു. ഇതിലേറ്റവും ഒടുവിലത്തേത് കാവാലം പഞ്ചായത്തിൽ ആശാരിശ്ശേരി വീട്ടിൽ KS പുരുഷന്റെ പശു കുളമ്പ് രോഗം മൂലം ചത്തുവെന്നതാണ്. ഏതാനും ദിവസം മുമ്പ് ഇതിന്റെ കിടാവും ചത്തിരുന്നു. 15 വർഷമായി പശു വളർത്തൽ ഉപജീവനമാക്കിയ പുരുഷന്റെ ഒരു പശു കൂടിയേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ദളിത് ക്രിസ്ത്യാനികളെയും ദളിത് മുസ്ലിങ്ങളെയും ധീവര സമുദായത്തെയും പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് അംബേദ്കർ സ്റ്റഡി സർക്കിൾ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ഈ മാസം 30-ന് രാവിലെ G. സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വീണ്ടും വാർത്തകളിലേക്ക്. വ്യവസായങ്ങളെ സംരക്ഷിക്കൂ, ആലപ്പുഴയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി ഡിസംബർ 3-ന് ആലപ്പുഴയിൽ സത്യഗ്രഹവും ബഹുജന ശൃംഖലയും സംഘടിപ്പിക്കുമെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി TJ ആഞ്ചലോസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പുളിങ്കുന്ന് രാജീവ് ഗാന്ധി ട്രോഫി ജലമേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച നടക്കുന്ന ആലോചനാ യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് അധ്യക്ഷത വഹിക്കും. പകൽ 2-ന് കുട്ടനാട് താലൂക്ക് ഓഫീസിലാണ് യോഗം. കുട്ടനാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൌജന്യ ശ്വാസകോശ അലർജി നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ 9-ന് ആരംഭിക്കുന്ന ക്യാമ്പ് അസിസ്റ്റന്റ് കളക്ടർ GP ഗോകുൽ IAS ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പ് പൂർണ്ണമായും സൌജന്യമായിരിക്കുമെന്ന് ലയൺസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മണല അറിയിച്ചു. കാവാലം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ പെൻഷൻ പ്രഖ്യാപനം നടന്നു. കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ജിജി അഭിലാഷ് യോഗം ഉദ്ഘാടനം ചെയ്ത് സമ്പൂർണ്ണ പെൻഷൻ പ്രഖ്യാപനം നടത്തി. ചരിത്രത്തില് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സൂചനമാണ്. അതായത് നമുക്കറിയാം, കാവാലം ഗ്രാമപഞ്ചായത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കഴിഞ്ഞ ദിവസം വരെയും അപേക്ഷകൾ സമർപ്പിച്ചിട്ടും പെൻഷന് വേണ്ടി എഴുതുന്ന പ്രായമുള്ളവരും വികലാംഗരും ഒക്കെ ആയിട്ടുള്ള അമ്മമാര് നമ്മുടെ കാവാലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള അംഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ സർക്കാരിന്റെ പുതിയ നിർദ്ദേശങ്ങൾ, പുതിയ മാനദണ്ഡങ്ങൾ പെൻഷന് അനുവദനീയമായി വന്നപ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോണി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കാവാലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PS ശിഖിവാഹനൻ, ശോഭന ഉദയകുമാർ, തുളസി അശോകൻ, KC ജോസഫ്, PC മോനിച്ചൻ,
ബിന്ദു സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാവാലം ഗ്രാമപഞ്ചായത്തിൽ 378 പേർക്ക് പെൻഷൻ അനുവദിച്ചു. കർഷക തൊഴിലാളി, വാർദ്ധക്യ, വിധവ, വികലാംഗ പെൻഷനുകളാണ് അനുവദിച്ചത്. അർഹരായവരെയെല്ലാം സമ്പൂർണ്ണ പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളാക്കാൻ സാധിച്ചുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ചങ്ങനാശ്ശേരി ഉപജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ കഥകളി സംഗീതത്തിൽ എ ഗ്രേഡോടെ കാർത്തിക വേണുഗോപാൽ 1ാം സ്ഥാനത്തെത്തി. ചങ്ങനാശ്ശേരി NSS-HSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തലവടി പടിഞ്ഞാറേ വീട്ടിൽ കാർത്തിക. കോട്ടയം ജില്ലാ വികസന സമിതി യോഗം നവംബർ 30 രാവിലെ 11 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കുടുംബശ്രീ വികസന ക്യാമ്പയിന്റെ ഭാഗമായി കോട്ടയം കുടുംബശ്രീ മിഷൻ ഓഫീസ് മാനേജ്മെന്റിൽ വൈദഗ്ധ്യ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി നടപ്പാക്കുന്നു. കോട്ടയം, വൈക്കം, ചങ്ങനാശ്ശേരി, പാലാ മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന കുടുംബശ്രീ അംഗങ്ങളായ 35 വയസ്സിൽ താഴെയുള്ള +2 പൂർത്തിയാക്കിയ BPL കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് പദ്ധതി. SC/ST വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. ICM കമ്പ്യൂട്ടേഴ്സ് മെയിൻ റോഡ് പാലത്തിന് സമീപം തലയോലപ്പറമ്പ് എന്ന വിലാസത്തിൽ നവംബർ 30 ബന്ധപ്പെടണം. സാക്ഷരതാ മിഷൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ കേരള വികസന പദ്ധതിയിൽപ്പെടുത്തി നടപ്പിലാക്കുന്ന പഠനശ്രീ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള തൊഴിൽ പരിശീലനം സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ ആരംഭിച്ചു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പഠന സൌകര്യാർത്ഥം ആരംഭിച്ച പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടിയാണിത്. പഠനത്തോടൊപ്പം പഠിതാക്കളുടെ നൈപുണ്യ വികസനത്തിനും അവസരമൊരുക്കുന്നു. ജില്ലയിലെ 16 സ്പെഷ്യൽ സ്കൂളുകളിൽ ഈ പ്രത്യേക തൊഴിൽ പരിശീലനം നടത്തും. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭ ഹരി നിർവഹിച്ചു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ CK പ്രദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് A റസാഖ് തുല്യതാ സന്ദേശം നൽകി. സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ലിൻഡ ജോസഫ്, സിസ്റ്റർ പ്രീത, അനിയൻകുഞ്ഞ് എന്നിവർ സംസാരിച്ചു. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ തൃശൂർ അരിമ്പൂരിലുള്ള പരിശീലന കേന്ദ്രത്തിൽ കർഷകർക്കും സ്വയം തൊഴിൽ അന്വേഷകർക്കുമായി ഡിസംബർ 9 ആരംഭിക്കുന്ന കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനവും പരിചരണവും പ്രായോഗിക പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കാലാവധി 2 മാസം. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ച് പൌൾട്രി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 11 കാട വളർത്തലിലും 18, 19 തീയതികളിൽ മുയൽ വളർത്തലിലും പരിശീലനം നൽകും. താൽപര്യമുള്ള കർഷകർ ഹാച്ചറിയുമായി ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യണം. പരിശീലനം സൌജന്യം. പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. ചരമവാർത്തകൾ. കണ്ടങ്കരി വടക്കേത്തലയ്ക്കൽ VT വർഗീസ് നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചമ്പക്കുളം പടിഞ്ഞാറ് പായിക്കാട് ത്രേസ്യാമ്മ ജോസഫ് 80 വയസ്സ് നിര്യാതയായി. സംസ്കാരം നടത്തി. എടത്തുവ പുത്തൻപറമ്പിൽ അമ്മിണി സഹദേവൻ നിര്യാതയായി. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വടക്കൻ വിളയനാട് നേര്യൻകളത്തിൽ ലീലമ്മ രവീന്ദ്രൻ 60 വയസ്സ് നിര്യാതയായി. സംസ്കാരം ശനിയാഴ്ച 10 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഒരേ സമയം കേരള വിശ്വകർമ്മ സഭയുടെയും അഖില കേരള വിശ്വകർമ്മ സഭയുടെയും പ്രസിഡന്റാണെന്ന് PR ദേവദാസ് അവകാശപ്പെടുന്നത് ഇരട്ടത്താപ്പാണെന്ന് കേരള വിശ്വകർമ്മ സഭ. അനധികൃത കരിമണൽ ഖനനത്തിനെതിരെ ആഞ്ചലോസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ ധർണ്ണ. ഡിസംബർ 15 നടക്കുന്ന ചക്കുളത്തുകാവ് പൊങ്കാലയ്ക്ക് സർക്കാർ വകുപ്പുകളുടെ ഏകീകരണ സഹകരണം ഉണ്ടാകുമെന്ന് തിരുവല്ല RDO K. ഗോപകുമാർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.